ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ താരങ്ങൾക്കെതിരെ പീഡനക്കേസ് പരാതികൾ ഉയർന്നുവരികയാണ്. ഏറ്റവും ഒടുവിലായി നിവിൻ പോളിക്കെതിരെ പീഡനക്കേസ് ഉയർന്നുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. കൂടുതൽ വിവരങ്ങൾ എസ് ശരൺ നൽകും. ശരൺ, നിവിൻ പോളിക്കെതിരെ കൂടി പീഡനക്കേസ് വരികയാണ്. എന്താണ് പരാതിക്കാരി ഉന്നയിച്ചിട്ടുള്ളത്? വിവരങ്ങൾ എന്താണ്? നടന്മാർക്കെതിരെ പീഡന കേസ് നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു പ്രമുഖ നടനെതിരെ കൂടി പീഡന കേസ് വന്നിരിക്കുന്നത്. അതായത് നടൻ നിവിൻ പോളി ഇത്തരത്തിൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എറണാകുളം മൂവാറ്റുപുഴയ്ക്ക് സമീപമുള്ള ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ദുബൈയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ യുവതി ദുബൈയിലേക്ക് എത്തി. ആ ദുബൈയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് നിവിൻ പോളി അടക്കമുള്ള ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഈ പരാതി തുടക്കത്തിൽ എറണാകുളം റൂറൽ എസ് പിക്കാണ് ലഭിച്ചിരുന്നത്. റൂറൽ എസ് പി ഇത് ഊന്നുകൽ പോലീസിന് കൈമാറുകയും തുടർന്ന് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കൂടിയാണ് ഇപ്പോൾ നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ മൊത്തം 6 പ്രതികളാണുള്ളത്. ഈ എഫ്ഐആർ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് 6 പ്രതികളാണുള്ളത്. ഇതിൽ 6ാമത്തെ പ്രതിയാക്കിയാണ് നിവിൻ പോളി 6ാമത്തെ പ്രതിയാക്കിയിരിക്കുകയാണ്. മറ്റേ ഒരു നിർമ്മാതാവ് അടക്കമുള്ള ആളുകളും പ്രതിയേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ശരൺ? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 376, അതായത് ബലാത്സംഗ കുറ്റമാണ് നിവിൻ പോളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് 354 അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരൺ, ഇപ്പോൾ നിവിൻ പോളിക്ക് പുറമെയുള്ള മറ്റ് പ്രതികൾ നമുക്ക് പരിചിതമായ പേരുകളാണോ? AK സുനിൽ, അതായത് നിർമ്മാതാവായിട്ടുള്ള AK സുനിൽ അടക്കമുള്ള ആളുകളുടെ പേരുകളാണ് എഫ്ഐആറിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എഫ്ഐആറിൽ ഉള്ളതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും 6 പ്രതികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 6 പ്രതികളാണുള്ളത്. ഇതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. 2ാം പ്രതിയാക്കിയിരിക്കുകയാണ് ഈ നിർമ്മാതാവായ AK സുനിലിനെ. ഏതായാലും ഇവരെല്ലാം ചേർന്ന്, അതായത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് ദുബൈയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം അവിടുത്തെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് ഈ യുവതി ഉയർത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും ഇപ്പോൾ നിവിൻ പോളിയെ 6ാം പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ശരൺ, ഇത് എപ്പോഴാണ് ഈ സംഭവം നടന്നത്? കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ കൃത്യമായ തീയതിയൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ പരാതിയിൽ? തീർച്ചയായിട്ടും ഈ പരാതി നമുക്ക് ലഭിച്ചിരുന്നു. ആ പരാതി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ വർഷം നവംബർ ആദ്യ ആഴ്ചയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. യുവതി ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള താല്പര്യം ഉന്നയിച്ചപ്പോൾ തന്നെ ദുബൈയിലേക്ക് വന്നാൽ സിനിമയിൽ അവസരം നൽകാമെന്ന് പറയുന്നു. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബൈയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് പീഡിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളം റൂറൽ എസ് പിക്കാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിച്ചിരുന്നത്. പിന്നീട് പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2 മാസം മുമ്പ് ഈ പരാതി ലഭിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അങ്ങനെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കൂടിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മൊത്തം 6 പ്രതികളാണുള്ളത്. അതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്, നമുക്കറിയാം നേരത്തെ നടന്മാരായ മുകേഷ്, സിദ്ദിഖ് അടക്കമുള്ള ആളുകൾക്കെതിരെ സമാനമായിട്ടുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ സമാനമായ കേസുകൾ നിലവിൽ വന്നിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് മറ്റൊരു പ്രമുഖ നടനായ നിവിൻ പോളിക്കെതിരെ കൂടി കേസ് നിലവിൽ വന്നിരിക്കുന്നത്. ഈ സമീപകാലത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം നൽകിയിരുന്നതാണ്. സ്വാഭാവികമായിട്ടും അതിനുശേഷം വന്ന പരാതികളെല്ലാം തന്നെ നേരിട്ട് SITക്കാണ് ലഭിച്ചിരുന്നത്. പക്ഷേ ഇത് വളരെ മുമ്പ് തന്നെ വന്ന പരാതിയാണ്. അങ്ങനെയാണ് എറണാകുളം റൂറൽ എസ് പിക്ക് ലഭിക്കുകയും അത് സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണം പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിവിൻ പോളിയെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ പ്രമുഖ താരങ്ങൾക്കെതിരെ പീഡനക്കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. നിവിൻ പോളിക്കെതിരെയാണ് ഏറ്റവും ഒടുവിലായി പീഡനക്കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം നടന്നത് എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. കേസിലെ 6ാം പ്രതിയാണ് നിവിൻ പോളി. വിവരങ്ങളാണ് എസ് ശരൺ നൽകിയത്.